പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആരാധന ആരാധന ആരാധന. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനം ഫറവോയോട് മോശ ചെന്ന് പറഞ്ഞു, തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേൽ ജനത്തെ വിട്ടുതരിക. ദൈവം വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ജനം. ഈ ജനത്തിലൂടെ ലോകം മുഴുവൻ്റെയും രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവജനമാണ് നമ്മൾ. നമ്മൾ എത്രമാത്രം ദൈവത്തെ ആരാധിച്ചാലും അത് മതിയാവുകയില്ല. കർത്താവ് ഈ തിരുമണിക്കൂറിൽ ഈ 3 മണി സമയത്ത് വളരെ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്ത് ലോകം മുഴുവൻ്റെ മേലും കരുണ വർഷിക്കുവാൻ വേണ്ടി ദൈവം വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മുടെ മേൽ വർഷിക്കുന്ന ഈ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. കർത്താവേ, ഇങ്ങനെയൊരു ശുശ്രൂഷയിലൂടെ, ഈ ഒരു ശുശ്രൂഷ മാത്രമല്ല, ലോകം മുഴുവൻ പല വിധത്തിലുള്ള ശുശ്രൂഷകൾ ഈ നിമിഷം നടക്കുന്നുണ്ട്. ഈ ദൈവകരുണയുടെ മണിക്കൂറിൽ പല ആലയങ്ങളിൽ പല രീതിയിൽ ഇങ്ങനെയൊരു ശുശ്രൂഷ ദൈവം നടത്തുന്നുണ്ട്. ഈ ആലയത്തിലും ദൈവം ഇങ്ങനെ ഈ പ്രകാരം ഒരുക്കിയ ഈ ഒരു ശുശ്രൂഷയോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി. കർത്താവേ, ദിവ്യകാരുണ്യത്തിൽ നിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് നീ നൽകിയ ആ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ മർത്തയുടെയും മറിയയുടെയും ഒക്കെ മറിയത്തിൻ്റെയും ഉപമയിൽ ഈശോ പറയുന്ന ആ സംഭവത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഈശോയെ കേൾക്കുവാനായി ഈശോയുടെ പാദാതിൽ ഇരുന്ന മറിയത്തോട് ഈശോ പറയുന്നത് പ്രകാരമാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. നമ്മളും ഈ ആരാധനയുടെ നിമിഷത്തിൽ ദൈവസന്നിധിയിൽ ഈശോയുടെ പാദത്തെങ്കിലിരുന്ന് ഈശോയെ ശ്രവിക്കുമ്പം ഈശോ നമ്മളോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് ദൈവം നൽകിയ സമയത്തിൽ നമുക്കറിയാം പലവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. പലവിധ കാര്യങ്ങൾ ആകുലരാണ് നമ്മൾ. എങ്കിലും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവത്തിൻ്റെ കരുണയോടുള്ള ആ ഒരു ആഗ്രഹത്തെ പ്രതി നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നമുക്കറിയാം, കർത്താവ് ഈ ഒരു മണിക്കൂർ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുവാനും ഒപ്പം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും വേണ്ടിയാണ്. എല്ലാ ദിവസവും നമ്മൾ വചനം ശ്രവിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരമാണ് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മൾ അനുദിനം എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് തോന്നാം, എല്ലാ ദിവസവും എന്തിനാണ് ഇങ്ങനെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്? ഇതൊരു ദിവസത്തെ കാര്യമല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. എല്ലാ ദിവസവും നമ്മൾ വചനം ശ്രവിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ വചനം ശ്രവിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും മറ്റ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ എന്നും വചനം ശ്രവിക്കുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വചനം ശ്രവിക്കുന്നത്? അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ്. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അത് വെറുതെ പറയുന്ന കാര്യമല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ വചനം വ്യക്തമായി പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളൊരു കേൾക്കുന്ന ഒരു വചനം അത് നമ്മൾക്ക് ആത്മാവും ജീവനുമാണെന്നൊരു ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ ആ വചനത്തിന് ആ വേണ്ടത്ര വില നൽകുന്നത്. ഈ ആലയത്തിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും. അതുകൊണ്ടാണ് പൗലോസ് ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ
ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാൻ വേണ്ടിയും സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ കൊണ്ടാണ് ദൈവജനത്തിന് വചനം ലഭിക്കുന്നത്. നമ്മുടെ കഴിവോ സാമർഥ്യമോ ഒന്നും കൊണ്ടല്ല. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം അവരോട് സംസാരിക്കുന്നതാണ് വചനത്തിലൂടെ. ഓരോ വചന പ്രഘോഷകരിലൂടെയും ദൈവം തന്നെയാണ് ദൈവജനത്തോട് സംസാരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അവർക്ക് വചനം ലഭിക്കുന്നത്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ദൈവജനത്തിനുണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നോടാണ് ദൈവം സംസാരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഇന്ന് നമുക്കറിയാം, ക്രിസ്മസ്, ഈശോയുടെ പിറവി തിരുനാളൊക്കെ കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് ലോകത്തിന് വെളിപ്പെട്ടത്. വഴിതെറ്റിപ്പോയ മാനവകുലത്തെ ദൈവം തൻ്റെ അനന്തമായ കരുണയാൽ ചേർത്ത് പിടിച്ച ഒരു ദിവസം. അതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിച്ചിട്ട് ദിവസങ്ങളെ ആവുന്നുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിലും പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: എങ്ങനെയാണ് ദൈവകരുണ മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് വിശുദ്ധ മഗ്ദലന മറിയത്തെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ചും പത്രോസിനെക്കുറിച്ചുമുള്ള ഒരു സംഭവമാണ്. ഈശോയുടെ ഉയിർപ്പിന് ശേഷം ആദ്യമായി കല്ലറയിലേക്ക് പോയ വിശുദ്ധയായ മഗ്ദലന മറിയം. നമുക്കറിയാം, മഗ്ദലന മറിയത്തെക്കുറിച്ച് പലവിധ റെഫറൻസുകൾ ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ഒരു പാപജീവിതമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ കരുണ, അനന്തമായ കരുണ വീണ്ടെടുത്തതിന് ശേഷം ഉയിർപ്പിൻ്റെ ആദ്യത്തെ സാക്ഷിയാക്കി ദൈവം മാറ്റുകയാണ്. എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലും ദൈവം കൈപിടിച്ചുയർത്തുമെന്നുള്ളതിന് ഉദാഹരണമാണ് വിശുദ്ധ മഗ്ദലന മറിയം. പ്രതീക്ഷയില്ലെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങൾക്ക് സുവിശേഷം നൽകുന്നത് പോലൊരു പ്രത്യാശ വേറെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? മഗ്ദലന മറിയത്തെ വീണ്ടെടുത്ത് ഉയിർപ്പിൻ്റെ ആദ്യ സാക്ഷിയാക്കി ദൈവം മാറ്റുകയാണ്. അവിടെ ചെന്ന് പറഞ്ഞു, പത്രോസിനോടും യോഹന്നാനോടും ചെന്ന് പറയുന്നുണ്ട്, അവനെ അവിടെ കാണുന്നില്ല, അവൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. ഉടനെ പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടുന്ന രംഗമൊക്കെ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. നമുക്ക് മഗ്ദലന മറിയത്തിൻ്റെ രൂപാന്തരീകരണം നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് യോഹന്നാൻ്റെ കാര്യവും. യോഹന്നാനെക്കുറിച്ച് നമുക്കറിയാം, ലോകത്തോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ രീതിയിൽ പ്രഘോഷിച്ച ഒരു അപ്പോസ്തലൻ. ഇന്ന് യോഹന്നാൻ ശ്ലീഹയുടെ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്ന ഒരു ദിവസവും കൂടെയാണ്. അപ്പോൾ യോഹന്നാനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ഈ മനുഷ്യൻ ഇങ്ങനെയൊരു മാറാൻ കാരണം അദ്ദേഹം അറിഞ്ഞ ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. കാരണം ലൂക്കയുടെ സുവിശേഷം നിങ്ങൾ വായിച്ചാൽ 9-ാം അധ്യായം 54-ാം തിരുവചനത്തിൽ വചനം പറയുന്ന ഒരു സംഭവമുണ്ട്. അതിപ്രകാരമാണ്: ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ സമരിയായിക്കൂടെ കടന്നു പോകുന്ന ഒരു നിമിഷം. സമരിയാക്കാർ ഈശോയെ സ്വീകരിക്കുന്നില്ല. ഉടനെ യാക്കോബും യോഹന്നാനും പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്: ഞാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കുവാൻ പറയട്ടെയോ എന്നാണ് ഇവർ ഈശോയോട് ചോദിക്കുന്നത്. ഒരാളെ കൊല്ലുവാനല്ല അവർ പറയുന്നത്, ഒരു സമൂഹത്തെ മുഴുവൻ അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈശോയുടെ കരുണ അനുഭവിച്ചതിന് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവുണ്ടായതിനു ശേഷം ദൈവം സ്നേഹമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം എന്നൊക്കെ പറയുന്നൊരു വാക്യം, ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ഒരു വാക്യമൊക്കെ ഈ മനുഷ്യനിൽ നിന്നാണ് വന്നത്. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചതിന് ശേഷം മുഴുവൻ ജീവിതവും മാറി മറിഞ്ഞ ഒരു ജീവിതം. അതാണ് യോഹന്നാൻ ശ്ലീഹയുടെ ജീവിതം. അതുപോലെ തന്നെയാണ് മഗ്ദലന മറിയത്തിൻ്റെയും ജീവിതം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ഈ ഒരു വാക്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഴുതിയിടേണ്ട വാക്യങ്ങളാണ്. സങ്കീർത്തനം 94-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിനെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി.
ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നിലവിളിയായിട്ട് നമുക്കിതിനെ കാണാം. കാരണം അത്രമാത്രം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, കർത്താവേ, അങ്ങനെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ, എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ഈ ഒരു അനുഭവം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പല വ്യക്തികൾക്കും പറയുവാനുള്ള ഒരു സാക്ഷ്യമായിരിക്കും. കാരണം കൈവിട്ടു പോകാമായിരുന്നൊരു ജീവിതമായിരുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യമാണ് എന്നെ താങ്ങി നിർത്തിയത്. ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം പലവിധ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ തിരുസഭയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ അഗസ്റ്റിൻ എങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെ ഒരു പാപജീവിതം നയിച്ചിരുന്ന ഒരു ജീവിതമാണ്. പക്ഷെ ഒരു അമ്മയുടെ പ്രാർത്ഥന, 18 വർഷം നീണ്ട ഒരു പ്രാർത്ഥന, ഒരു അമ്മയുടെ പ്രാർത്ഥന ഈ പാപിയായ മനുഷ്യനെ തിരുസഭയിലെ ഒരു ഉയർന്ന തലത്തിലേക്ക്, ഒരു വിശുദ്ധനായ, അതിവിശുദ്ധനായി ഈ മനുഷ്യനെ ഉയർത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, അങ്ങേക്കായി അങ്ങനെ സൃഷ്ടിച്ചു, അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവ്. നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം, കർത്താവേ, എങ്ങനെയൊക്കെയോ വഴിമാറി പോകാമായിരുന്ന ജീവിതമാണ്, നിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ഇന്നിത് ജീവിച്ചിരിക്കുന്നതെന്ന ചിന്ത നമുക്കുണ്ടാവണം. കാരണം ഇത് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതാനുഭവം അതുതന്നെയാണ്. പാറമടയിൽ ജോലി ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു മാർപ്പാപ്പയ്ക്ക്. അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ട്, പാറമടയിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക്. പാറമടയിൽ ജോലി ചെയ്ത ജീവിതം, ആ ജീവിതത്തെ ദൈവം എടുത്തുയർത്തി പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ തക്ക വിധം ദൈവം ആ ജീവിതത്തെ എടുത്തുയർത്തിയ ദൈവകാരുണ്യം. ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കിയ ദൈവകാരുണ്യം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ദൈവകരുണയെക്കുറിച്ച് ആരാധിക്കുമ്പോൾ അത്രമാത്രം ആഗ്രഹത്തോടെയും അത്രമാത്രം തീഷ്ണതയോടും കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ അത്രമാത്രം ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏത് അവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം ദൈവകരുണയിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ദൈവം കാര്യമായി പരിഗണിക്കുന്നത്. നമ്മുടെ അവസ്ഥ നമ്മൾ നോക്കരുത്. ഏത് പാപാവസ്ഥയിൽ കഴിയുമ്പോഴും ദൈവം നമ്മളെ ഏറ്റെടുക്കുമെന്ന് ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ കർത്താവ് ആരാധനയിലൂടെ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്ന ഒരു വചനമാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. നിന്റെ പാപങ്ങൾ രക്തവർണ്ണമെങ്കിലും അത് കമ്പിളി പോലെ വെളുക്കും. ഈശോ അത്രമാത്രം പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈശോ പറയുന്നതാണ്, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെളുക്കും, വെണ്മയുള്ളതായി തീരും. അത് രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കുമെന്നാണ് ഈശോ പറയുന്നത്, കർത്താവ് പറയുന്നത്. ആ ഒരു വചനം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് വിശുദ്ധമായൊരു ജീവിതം, എത്ര പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതമാണെങ്കിലും കർത്താവ് കരം പിടിക്കുമെന്നൊരു വിശ്വാസം ഈ ആരാധനയിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നമ്മൾ ഈ കരുണയുടെ ഈ മണിക്കൂറിൽ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വചനം പ്രത്യാശ നൽകുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആ ദൈവസ്നേഹ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ഒരു ബോധ്യം ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും